ജൂലൈ മാസം 28-ാം തീയതി 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെടുത്തി വലിയ പുകിലാണ് ഉണ്ടായി. ഛത്തീസ്ഗഡിലും ഇന്ത്യയിലും കേരളത്തിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായി. പത്രങ്ങളും മാധ്യമങ്ങളും മീഡിയകളും ഓൺലൈൻ മീഡിയകളും ഡിജിറ്റൽ ചാനലുകളും പക്ഷം ചേർന്നുകൊണ്ട് ലേഖനം എഴുതി, പുസ്തകമല്ല പിന്നെ കഥകൾ വന്നു, കവിതകൾ വന്നു. വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സംഭാവനകൾ നൽകുക, പരസ്യങ്ങൾ നൽകുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനകീയ വിഷയങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്. ഇങ്ങനെ കന്യാസ്ത്രീകളുടെ ബഹളമെല്ലാം അവിടെ ഛത്തീസ്ഗഡിൽ നടന്ന് അവസാനം അവരെ ജയിലിലേക്ക് അടച്ചു. ജയിലിൽ നിന്ന് അവർ പുറത്തു വരുന്ന സമയത്ത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് പോയി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. 2 കന്യാസ്ത്രീകളുടെ അടുത്ത് നിർത്തി അവരെ ഹഗ് ചെയ്യുന്ന പോലെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്ത് അദ്ദേഹം അത് നന്നായി കച്ചവടം ചെയ്തു. വളരെ നന്നായി കച്ചവടം ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, ചാനലിൽ വരുന്നു, പത്രങ്ങൾ വരുന്നു. സോഷ്യൽ മീഡിയയിൽ സഹാക്കളെല്ലാം കയറിയിട്ട് ഇനി യേശുദേവൻ കഴിഞ്ഞാൽ, യേശുദേവൻ മുമ്പേ പറഞ്ഞില്ല, അതൊരു ഭാഗ്യം, യേശുദേവൻ കഴിഞ്ഞാൽ അടുത്ത രക്ഷകൻ ഭൂമിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു, ക്രിസ്ത്യാനികളുടെ തോമാസ് ലീഗ വന്നിരിക്കുന്നു, എന്തൊക്കെ പറഞ്ഞ് ബ്രിട്ടാസിനെ ഉരുട്ടി അടിച്ച്. പക്ഷേ എല്ലാ ഉരുട്ടി അടികൾക്കും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തുകൊണ്ട് ബിഷപ്പ് ഹൗസിൻ്റെ ആളുകളും അതേപോലെ കത്തോലിക് ബിഷപ്പുകാരും പിന്നെ ഇന്ത്യയിലെ കത്തോലിക്ക സഭയും സീറോ മലബാർ സഭയും ബിലീവേഴ്സ് ചർച്ചും എല്ലാവരും സമഗ്രമായി രംഗത്ത് വന്നു. ഞങ്ങളെ സഹായിച്ചത് BJP ആണ്, ഞങ്ങളെ സഹായിച്ചത് അനൂപ് ആൻ്റണിയാണ്, ഷോൺ ജോർജാണ്, രാജീവ് ചന്ദ്രശേഖറാണ്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ കാറിൽ കയറിയാണ് പോയത് കന്യാസ്ത്രീകൾ അവരുടെ മഠത്തിലേക്ക്. ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖർ ചെന്നപ്പോൾ അവിടെ പോയി കാണുകയും സംസാരിക്കുകയും തുടർ സഹായം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ബ്ലിങ് 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 ആയത് നമ്മുടെ ബ്രിട്ടാസാണ്. ബ്രിട്ടാസ് ഇങ്ങനെ പല കാര്യങ്ങൾ, ബ്രിട്ടാസിന് ഇതൊന്നും ചെയ്യാനറിയില്ല. കാരണം പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, അതുപോലെ സെൽഫി പരിപാടികൾ മാത്രമാണ് അറിയാവുന്നത്, റീൽസ് പരിപാടികളാണ് അറിയാമെന്നുള്ളത്. അദ്ദേഹം അത് പൊളിഞ്ഞ് പപ്പട പാളിഷായി. അതുപോലെ പാർലമെൻറ്റിൽ അദ്ദേഹം ചില ബഹളങ്ങളുണ്ടാക്കി. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോകുന്ന കഥയാണ് കണ്ടത്. ബ്രിട്ടാസ് കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യുക. ഇതുപോലത്തെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ആളുകൾ സത്യം തിരിച്ചറിയും. അവർ യഥാർത്ഥത്തിന് കൂടെ നിൽക്കും. താൽക്കാലികമായി നമുക്ക് റീൽസ് എടുക്കാം, ഹഗ് ചെയ്യാം, നമുക്ക് ഫോട്ടോ എടുക്കാം, നമുക്ക് സെൽഫി എടുക്കാം, പലതും ചെയ്യാം. പക്ഷേ അത് ആത്യന്തികമായി നിൽക്കില്ല ബ്രിട്ടാസെ. എന്തായാലും ബ്രിട്ടാസിന് വീണ്ടും ഒരു അടി കൂടെ കിട്ടിയിട്ടുണ്ട്. ബ്രിട്ടാസിന് കിട്ടുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും തിരിച്ചറിയണം, സത്യം സത്യമായി തന്നെ നീങ്ങും. എന്തൊക്കെ വേല കാണിച്ചാലും താൽക്കാലികമായി പോയി ആ ജയിലിൻ്റെ മുമ്പിൽ കാണിച്ച അഭ്യാസങ്ങൾ, അവർ പുറത്ത് വരുമ്പോൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ, കേക്ക് കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നു ഇവിടെ, എല്ലാം ആ വഴിക്ക് പോയി. തീർച്ചയായും ബ്രിട്ടാസ് മനസ്സിലാക്കുക, ബ്രിട്ടാസുമാർ മനസ്സിലാക്കുക, ഇങ്ങനെയാണ് കാലം പലതും ചെയ്യുന്നത്. നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു വശത്ത് മതത്തെ തള്ളിപ്പറയും, മറുവശത്ത് മതത്തെ ഞങ്ങൾ സഹായിക്കുന്നു എന്ന് പറയും. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ചെല്ലും, ഫോട്ടോ എടുക്കും, പിന്നെ കുറ്റം പറയും. പല തരത്തിലാണ് ഇടപെടലുകൾ. ഓരോരുത്തരും ഭൗതികവാദം പറയും, യുക്തിവാദം പറയും, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. മോളെ കല്യാണമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങ് വന്നാൽ മനോഹരമായി മതാചാരപ്രകാരം നടത്തുകയും ചെയ്യും. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കണ്ടില്ല എന്ന് പോകാനാകില്ല. അതുകൊണ്ട് മാത്രമാണ് അത്തരം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. അത് വിടുന്നു. അത് നിങ്ങളുടെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. എന്തായാലും നമുക്ക് ഒന്നിച്ച് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. തീർച്ചയായും കന്യാസ്ത്രീകളുടെ കൂടെ നിന്നെടുക്കുന്ന ഫോട്ടോയിൽ താങ്കൾക്ക് ഒരു ക്രെഡിറ്റും ലോട്ടറിയും അടിച്ചില്ല. ലോട്ടറി അടിക്കുമെന്നാണ് താങ്കൾ വിചാരിച്ചത്.